Good afternoon. We start a class on CBSE HSC Class 12 Physics. My name is K. Solomon. The second unit of Class 12 Physics is current electricity. And we start here with the current electricity. What is electric current? The first question is, what is electric current? It is defined as the rate of flow of charge, that is, electric current I is equal to Q by T, where Q is the charge flowing in T second. Charge flowing in T second. Electric current is also given by the equation I is equal to dq by dt. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ ടി എന്ന് നമ്മൾ എഴുതും. ഐ ഇസിൽ ക്യൂ ബൈ ടി. ക്യൂ ചാർജ് ഇലക്ട്രോൺ ഫ്ലോ ആണ്. ടി ടൈം. അപ്പോൾ ക്യൂ ബൈ ടി ഇലക്ട്രോൺ ഫ്ലോ, ദാറ്റ് ഇസ് ചാർജ് ബൈ ടൈം, ദാറ്റ് ഇസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. കാൽക്കുലസിലെ റൊട്ടേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി, where dq is a small charge flowing in a small time, very small time, dt second. Current can be denoted as I. The unit of I is ampere. Remember, electric current I is equal to charge by time. It can be written as I is q by t or I is equal to dq by dt. Now there is another question that is called the current density. Current density, the symbol used is J. The current density at a point is defined as the electric current flowing normally per unit area around the point. ഇപ്പോൾ ഒരു കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടെങ്കിൽ അവിടെ കറണ്ട് ഡെൻസിറ്റി ഉണ്ട്. എ ഏരിയയിൽ കറണ്ട് ഐ പോവുകയാണെങ്കിൽ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ഐ ബൈ എ എന്നുള്ള ക്വാണ്ടിറ്റി, ജെ ഈസ് ഐ ബൈ എ, current by area, that is called current density. The symbol of current density is J. ഒരു കണ്ടക്ടറിൽ ഐ ആംപിയർ കറണ്ട് ഉണ്ടെങ്കിൽ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണെങ്കിൽ കറണ്ട് ഡെൻസിറ്റി ജെ ഈസ് ഐ ബൈ എ. കറണ്ട് ഡെൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് ആംപിയർ മീറ്റർ ഈസ് ടു -2. യൂണിറ്റ് ഓഫ് ജെ ഈസ് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ or ampere meter is to -2. Next is another question, that is drift velocity and current in a conductor. എന്താണ് ഈ കണ്ടക്ടറിലെ ഇലക്ട്രോൺ പോകുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി, അതുപോലെ കറണ്ട് എക്സ്പ്ലൈ. In a metallic conductor, the conductivity is due to the flow of free electrons. These electrons are moving at random. At random. And there will be an electric field maintained across the conductor. All the electrons will move in a direction opposite to that of the applied field with different velocities. ഒരു കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മൾ കറണ്ട് ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തില്ല എങ്കിൽ ഇലക്ട്രോൺസ് എല്ലാം റാൻഡമായിട്ട് മൂവ് ചെയ്യും. ഇനി ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ, കണ്ടക്ടറിൽ ഒരു വോൾട്ടേജ് കൊടുത്താൽ, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ ഈ ഇലക്ട്രോൺസ് എല്ലാം ഒരു പ്രത്യേക ദിശയിലേക്ക് സഞ്ചരിക്കാം. ഈ റാൻഡം മോഷൻ്റെ കൂടെ ഒരു ഫോർവേഡ് വെലോസിറ്റി ഉണ്ടാകും. The average of the velocities of the electrons in a conductor subjected to an electric field is called drift velocity. അപ്പോൾ ഒരു കണ്ടക്ടറിൽ, ഒരു സാധാരണ കണ്ടക്ടറിൽ അനേകം ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ മോളിക്കുലാർ മോഷൻ പോലെ റാൻഡം മോഷനിലാണ് ഫ്രീ ഇലക്ട്രോൺസ്. ആ നെറ്റ് വെലോസിറ്റി 0 ആയിരിക്കും. എന്നാൽ കണ്ടക്ടറിന് ഒരു പൊട്ടൻഷ്യൽ കൊടുത്താൽ, കണ്ടക്ടറിന് ഒരു ഫീൽഡ് കൊടുത്താൽ ആ റാൻഡം മോഷൻ ഇലക്ട്രോൺസിന് ഒരു നെറ്റ് മോഷൻ ഉണ്ടാകും, നെറ്റ് വെലോസിറ്റി ഉണ്ടാകും. ആ നെറ്റ് വെലോസിറ്റി
അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദ ആവറേജ് ഓഫ് ദി വെലോസിറ്റീസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ സബ്ജക്റ്റഡ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഒരു കണ്ടക്ടറിനകത്ത് രണ്ട് തരം ഇലക്ട്രോൺസാണ് പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒന്ന് ഫ്രീ ഇലക്ട്രോൺസ്, അതായത് വാലൻസ് ഇലക്ട്രോൺസ് ബ്രേക്ക് ചെയ്ത് ഉണ്ടാകുന്നതാണ് ഫ്രീ ഇലക്ട്രോൺസ്. മറ്റൊന്ന് ബൗണ്ട് ഇലക്ട്രോൺസ്, ആറ്റത്തിൻ്റെ ഇന്നർ ഓർബിറ്റുകളിൽ ഉള്ള ഇലക്ട്രോൺസിൻ്റെ ബൗണ്ടെന്നും ആറ്റത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയും. ഫ്രീ ഇലക്ട്രോൺസ് ആണ് കണ്ടക്ടറിലെ കറണ്ടിന് കാരണമാകുന്നത്. ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ദ കറണ്ട് ഇൻ എ കണ്ടക്ടർ ഈസ് ഗിവൺ ബൈ I is equal to NEVA. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ആണെങ്കിൽ ഒരു കണ്ടക്ടറിലെ കറണ്ട് നമുക്ക് എഴുതാം I is equal to NEVA, where N is electron density. Electron density is the number of electrons per unit volume. ഈ ഇലക്ട്രോണിക് ചാർജ് 1.6 into 10 raised to minus 19 coulomb. You know the electronic charge 1.6 into 10 raised to minus 19 coulomb. V drift velocity and A is the area of cross section of the conductor. അങ്ങനെ 4 ടേംസ് NEVA 4 ടേംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറണ്ട് പറയുക. കറണ്ടായി N ചാർജ് ഡെൻസിറ്റി, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഈ ഇലക്ട്രോണിക് ചാർജ് V ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ. A is the area of cross section of the conductor. So you study that definition and also the expression for the current in terms of drift velocity. The average of the velocities of the free electrons in a conductor subjected to our electric field is called drift velocity. In terms of drift velocity, the current in a conductor is given by I is equal to NEVA. Next is Ohm's law. It's a very important law that you study in school classes also. Here we are repeating. It is a very famous law regarding electricity. Statement: in circuits energized by DC voltage sources, there exists a definite relationship between the current I that flows through the resistance R and the voltage V applied across the resistance. The figure is not given here. The relationship is called Ohm's law and may be expressed by the equation I is equal to V by R. അപ്പോൾ ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: temperature remaining constant, the current flowing through a conductor is directly proportional to the PD applied between the ends of the conductor. Temperature remaining constant, the current flowing through a conductor is directly proportional to the PD between the ends of the conductor. That is, I is equal to V by R, where I is the current in ampere, V is the applied voltage in volt, R is the resistance in ohms. It is seen from the above formula that the current is directly proportional to applied voltage and to inversely proportional to resistance. These two steps, number 1 and number 2, that is the Ohm's law. The equation is I is equal to V by R, and this equation we can write in 3 ways. That is, I is V by R, R is equal to V by I, or V is equal to IR. In 3 ways, by cross multiplying I is V by R, Ohm's law, we can write in 3 different ways. I is V by R is V by I, or V is equal to RI. That is Ohm's law. Next, the formula, the Ohm's law, we write in 3 different forms. One, I is V by R for finding current, R is V by I for finding resistance, V is I by R for finding voltage.
In the formula, these formulae are an important aid to the understanding of circuit behavior. They enable us to determine the value of any of the three. അതായത് ഒരു കണ്ടക്ടറിൽ ഒരു സർക്യൂട്ടിൽ എത്രമാത്രം കറണ്ട് ഒഴുകുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഓംസ് ലോ അപ്ലൈ ആവുന്നതാണ്. ഏതെങ്കിലും രണ്ട് വില, വോൾട്ടേജ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ്, അങ്ങനെ ഏതെങ്കിലും രണ്ട് വാല്യൂ നമുക്ക് തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. There is one question, important question. Is Ohm's law a universal law? Ohm's law ഒരു യൂണിവേഴ്സൽ ലോ ആണോ എന്നാണ് ചോദ്യം. അപ്പം അതിനൊരു 3-4 സ്റ്റെപ്പ് എഴുതാമെന്നാലും വളരെ കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ ഇവിടെ. ഇറ്റ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. For example, Newton's law of gravitation is a universal law, and the Coulomb's law you studied in first chapter is a universal law because there are universal constants like 1/4 pi epsilon 0, epsilon r, etc. In Ohm's law, there is no universal constant. So the question is Ohm's law a universal law? We say it is not a universal law. It is not a universal law. Relation between V and I is non-unique. That is the reason. The meaning is, in the law V is Ri, R is not an absolute constant. ഇപ്പോൾ ഓംസ് ലോ V is Ri ആണ്. ഇതൊരു യൂണിവേഴ്സൽ ലോ ആകണമെങ്കിൽ R അബ്സൊല്യൂട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. എല്ലാ കണ്ടക്ടേഴ്സിനും R കോൺസ്റ്റൻ്റ് ആയിരിക്കണം. പക്ഷെ അങ്ങനെയല്ല, ഓരോ കണ്ടക്ടറിലും R മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയും R is not an absolute constant. V is Ri, the Ohm's law is not a universal law. R depends on material, temperature, etc. ഒരു കണ്ടക്ടറിൻ്റെ മെറ്റീരിയൽ എന്താണ്? അലൂമിനിയം, കോപ്പർ, അതുപോലെ മെറ്റീരിയൽ, അതുപോലെ ടെമ്പറേച്ചർ, ഇവയെല്ലാം R ഡിപ്പെൻഡ് ചെയ്യും. അലൂമിനിയം മാറി കോപ്പർ എടുത്താൽ റെസിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടാകും, ഒരേ നീളമുള്ളതാണെങ്കിലും. ടെമ്പറേച്ചർ മാറിയാൽ R മാറും. R അബ്സൊല്യൂട്ട് കോൺസ്റ്റൻ്റ് അല്ല. അതുകൊണ്ട് V is Ri ഒരു യൂണിവേഴ്സൽ ലോ അല്ല എന്ന് ഓർക്കുക. Ohm's law is not a universal law. R is not a universal constant. Next term we study is resistivity rho, specific resistance or resistivity rho. We write as rho, not as P. There is a rho appears like a P, but there is a curve, not a bent portion. Resistivity rho, that you know how to write. You have to correct it. Resistance R, not resistivity. Resistance R is 1 directly proportional to length of the conductor, 2 inversely proportional to square of the area of cross section of the conductor. അവിടെ ആ റെസിസ്റ്റിവിറ്റിയാണ് അടിച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസ് എന്ന് വായിക്കണം. റെസിസ്റ്റൻസ് ആർ ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. നമ്പർ 2, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. Then also there are 2 factors, depends upon temperature, depends upon material. The 4 factors upon which resistance of a conductor depends are: number 1, length; number 2, area of cross section of the conductor; number 3, temperature; number 4, material. So for a given conductor at a given temperature, we consider only the first 2 factors, that is R proportional to length, R inversely proportional to A. ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് അതിൻ്റെ ലെങ്തിന്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്, ടെമ്പറേച്ചറിന്, മെറ്റീരിയലിന് എല്ലാം ആശ്രയിച്ചിരിക്കും. ടെമ്പറേച്ചർ മെറ്റീരിയലിൽ നമ്മൾ സെയിമായിട്ട് അങ്ങ് വിചാരിക്കുകയാണെങ്കിൽ R പ്രപ്പോർഷണൽ ടു എ ആണ്, പ്രപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. R പ്രപ്പോർഷണൽ എല്ലാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എ ആണ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ R പ്രപ്പോർഷണൽ ടു 1/A. ഈ 2 സ്റ്റെപ്പുകൾ നമ്മൾ കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്യുമ്പോൾ, on combining we can write
R proportional to L by A. That is, R is rho L by A. Rho L by A. The byline is not clear there. You have to mark it. R is rho L by A. You not how to write a rho like a P. R is almost B. R is rho L by A. The resistivity of a conductor rho is given by the relation R is rho L by A. R's resistance in ohm, rho resistivity, L is the length of conductor, and A its area of cross section. And now we define this resistivity by rearranging the equation. By rearranging the equation, we get rho is equal to Ra by L. Rho is equal to Ra by L. And using this equation, we define the resistivity. Resistivity is also known as specific resistance. If R is 1 ohm, A is 1 meter square, and L is 1 meter, then rho is 1 ohm meter. Or we can say, if R is equal to 1 ohm, L is 1 meter, rho is equal to R. Therefore, definition, resistivity of a conductor is defined as resistivity of the material of a conductor is defined as the resistance of the conductor of a length 1 meter and area of cross section 1 meter square. Resistivity of the material of a conductor is defined as the resistance of a conductor of length 1 meter and area of cross section 1 meter square. Unit of rho is ohm meter. And there is another term which is called the conductivity. Electrical conductivity. Electrical conductivity we write as sigma. Sigma is equal to 1 by rho. Electrical conductivity is a resistance of the resistivity. So the unit of sigma is ohm raised to minus 1, meter raised to minus 1. So the relation you understand, rho is Ra by L and sigma is 1 by rho. Sigma, the electrical conductivity, is a very important term. The Ohm's law is V is equal to Ri. If you write Ohm's law using sigma, we write J is equal to sigma E. It is not given here. J is sigma E. It is also Ohm's law, where J is the current density, sigma is the electrical conductivity, and E is the electric field intensity. J equals sigma E, which is same as V is equal to Ri. V is equal to Ri is equal to Ohm's law. And that is all with our first lecture on current electricity. Thank you very much.